Hello students, welcome to NetDummy. സെക്കൻഡറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. മുമ്പുള്ള ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിൻ്റെ നമ്മുടെ എക്സാം ഓറിയന്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നും എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ലൈവിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലൈറ്റ് എനർജിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ലൈറ്റ് എനർജിയിൽ പലപ്പോഴും റിഫ്ലക്ഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ നിയമങ്ങൾ റിഫ്ലക്ഷൻ ലോസ് ഒക്കെ വരാറുണ്ട്. അതായത് സൈൻ ഐ ഈസിക്കൽ ടു സൈൻ ആർ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസിക്കൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഈ ലോസ് ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മിറർ ഇമേജുകൾ, അതിൻ്റെ ഷേപ്പുകൾ, അതിൻ്റെ നാച്ചർ എന്തായിരിക്കും, ഷേപ്പല്ല നാച്ചർ എന്തായിരിക്കും, അതേപോലെ ഇമേജ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഓക്കെ, എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് നോക്കൂ. ഇവിടെ നൽകിയിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? When you are standing in front of a plane mirror, a virtual and correct image of you is formed. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ കുളിച്ചു മാറ്റി നമ്മളൊരു കണ്ണാടിക്ക് മുന്നിൽ പോകും, അലമാരയുടെ ഇതിലുള്ള ഒരു കണ്ണാടിക്ക്. ആ കണ്ണാടിക്ക് പറയുന്ന പേരാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മുഖം നോക്കാനൊക്കെ എടുക്കുന്ന ഷേവിംഗ് മിറർ അല്ല, അത് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ കോൺവെക്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുന്നതാണ്. ഷേവിംഗ് മിററും റിയർ വ്യൂ മിററും ഒക്കെ അത് പോട്ടെ. നമ്മുടെ പ്ലെയിൻ മിറർ, അതിനെയാണ് നമ്മൾ പ്ലെയിൻ മിറർ, നമ്മുടെ അലമാരയിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ആ മിററിനെയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ആ പ്ലെയിൻ മിററിൻ്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞ് കറക്റ്റ് ഇമേജ് ഓഫ് യു ഈസ് ഫോം. നിങ്ങളുടെ അതേ രൂപത്തിലുള്ള അതേ വലുപ്പത്തിലുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. നമ്മുടെ കൈ അവിടെ വെക്കുമ്പോൾ അതേ വലുപ്പത്തിലുള്ള കൈ നമുക്ക് അവിടെ കിട്ടുന്നു അല്ലേ? പക്ഷേ ചോദ്യം എന്താണ്? ഇഫ് സംവൺ ഈസ് ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ഇറ്റ്സ് യൂസിങ് എ ക്യാമറ, ഞാൻ അതിന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ ഫോട്ടോ എടുത്തു, ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയിൽ കാണുന്ന, ആ ഫോട്ടോഗ്രാഫിലുള്ള എൻ്റെ ഇമേജിൻ്റെ നേച്ചർ എന്തായിരിക്കും? ഏത് വിധത്തിലുള്ള ഇമേജ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് റിയൽ ആണോ വിർച്വൽ ആണോ എന്നായിരിക്കും ചോദിക്കുന്നത്. റിയൽ ആണോ വിർച്വൽ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫോട്ടോഗ്രാഫിൽ എടുക്കുന്ന, ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫിൽ എടുക്കുന്ന ആ ഇമേജ് എന്തായിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതിൽ ഉപയോഗിക്കുന്ന റിയൽ ആണോ വിർച്വൽ ആണോ എന്നാണ് ചോദ്യം. റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ എന്നാണ് ചോദ്യം. അത് റിയൽ ഇമേജ് ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈൻ ലോസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആംഗിളുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കും. A light ray is falling on a plane mirror at 30 degree as shown in the figure. ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇതൊരു പ്ലെയിൻ മിററാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് വരുന്നു. അത് നോക്കൂ, ഇവിടെ ഓക്കെ, ഇത് ലൈറ്റ് വരുന്നു. ലൈറ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡന്റ് റേ ആണ്. ഇവിടെ പതന രശ്മി എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ ആണ്. ഓക്കെ, ഈ എൻ എന്ന് പറയുന്നത് ഇതിനൊരു നോർമൽ നമ്മൾ വരച്ചതാണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്താണ് റിഫ്ലക്റ്റഡ് സർഫസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. 30 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, if plane mirror is rotated by 30 degree without changing the direction of incident ray, by what angle the reflected ray will be rotate? എന്താണ് ചോദ്യം? If a plane mirror is rotated, ഇത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു.
ബൈ 30 ഡിഗ്രി, 30 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ മാറ്റുക, വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ബൈ വാട്ട് ആംഗിൾ ദ റിഫ്ലക്റ്റഡ് റേ വിൽ റൊട്ടേറ്റ്. ഈ റിഫ്ലക്റ്റർ റേ ഏത് ആംഗിളായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക? ആംഗിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ എന്ന് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട്? എ ലൈറ്റ് റേ ഈസ് ഫാളിംഗ് ഓൺ എ പ്ലെയിൻ മിറർ അറ്റ് 30 ഡിഗ്രി as shown in the figure. By what angle the reflected ray reflect എന്ന്. ആംഗിൾ എത്രയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ഇതാണ് ഐ, ഇൻസിഡന്റ് റേ എത്ര ഇതിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് 30 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഇവിടെ നോക്കൂ, ഇത് ടോട്ടലി നമുക്ക് എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം ഇതൊരു നോർമൽ വരച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു 90 ഡിഗ്രിയാണ്, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതും 90 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 60 ഡിഗ്രിയിലാണ് ഇത് വന്നത് എങ്കിൽ ഇത് എത്ര ഡിഗ്രിയിലായിരിക്കും തിരിച്ചു പോയിട്ടുണ്ടാവുക? 60 ഡിഗ്രിയിൽ തന്നെയാണ്. അതാണ് ഐ ഈസിക്കൽ ടു ആർ എന്ന് പറയുന്നത്. സൈൻ ഐ ഈസിക്കൽ ടു സൈൻ ആർ എന്ന് പറയുന്നു. സൈൻ ഐ ഈസിക്കൽ ടു സൈൻ ആർ എന്ന് പറയും. അതായത് ഇൻസിഡന്റ് റേയും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേയും ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേയും എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിതാ, ഇതാണ് ഒരു പ്ലെയിൻ മിററാണ് എന്ന് വെക്കരുത്. ഇത് അതിൻ്റെ നോർമൽ. ഓക്കെ, എപ്പോഴും നോർമൽ തരണം എന്നില്ല, നോർമൽ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഇത് വന്നു, തിരിച്ച് ഇങ്ങനെ പോയി. ഈ ആംഗിൾ ഒരു 46 ഡിഗ്രി ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതും 46 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതും 46 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഈ ആംഗിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് നമുക്ക് വരാറുള്ളത്. ഓക്കെ, ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി നമുക്ക് മിററുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോൺകേവ് മിറർ, കോൺവെക്സ് മിററുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് റൈറ്റ് ടു യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്നാണ്. കോൺകേവ് മിററിൻ്റെ 2 യൂസസ് പറയാനാണ്. അപ്പോൾ നമുക്ക് കോൺകേവ് മിററിൻ്റെ യൂസസ് എന്ന് പറയുന്നത് 2 അല്ല, അതിൽ കൂടുതൽ പറയാൻ പറ്റും. 2ൽ കൂടുതൽ കോൺകേവ് മിററുകളുടെ യൂസസ് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിഫ്ലക്റ്റർ ഇൻ സെർച്ച് ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഓർ ഓഫ് മോട്ടോർ കാർസ് ആൻഡ് പ്രൊജക്ടീവ്സ് എക്സെട്ര. കേട്ട് പരിചയമുള്ള ഒന്നാണ്. അത് നമ്മുടെ സെർച്ച് ലൈറ്റ്, വൈഡ് ഏരിയകളിലൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ലൈറ്റ് ഉപയോഗിക്കും. അതിൻ്റെ റിഫ്ലക്റ്റർ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ കോൺകേവ് മിറർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓഫ് മോട്ടോർ കാർ, നമ്മുടെ കാറുകളുടെ ഒക്കെ ഹെഡ്ലൈറ്റ് കണ്ടിട്ടില്ലേ? അതിൽ റിഫ്ലക്റ്റർ ആയിട്ട് എന്ത് ഉപയോഗിക്കും? നമ്മുടെ കോൺകേവ് മിറർ ഉപയോഗിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മിററിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ടു യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്നാണ്. കോൺകേവ് മിററുകളുടെ അല്ലെങ്കിൽ കോൺകേവ് മിററുകൾ ഏതിനൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 2 ഉപയോഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇത് പല രൂപത്തിൽ വരാം. അതായത് ഒന്ന് ഡയറക്റ്റ് ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ യൂസസ് ചോദിക്കുന്ന രൂപത്തിൽ തരാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഏത് മിററാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പേര് ചോദിച്ചുകൊണ്ടും വരാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, റൈറ്റ് ടു യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ യൂസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാം. ഒന്നാമത്തത് ആസ് എ റിഫ്ലക്റ്റർ ഇൻ സെർച്ച് ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഓഫ് മോട്ടോർ കാർസ് ആൻഡ് പ്രൊജക്ടർ എന്ന് പറയും. നമുക്ക് സെർച്ച് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്, സെർച്ച് ലൈറ്റ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? വലിയൊരു ഏരിയ നമ്മൾ സെർച്ച് ചെയ്യാനും വേണ്ടിയിട്ട്, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെർച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ആ സെർച്ച് ലൈറ്റിൽ റിഫ്ലക്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൺകേവ് മിററാണ്. അതുപോലെയുള്ള ഹെഡ്ലൈറ്റ് ഓഫ് മോട്ടോർ കാർസ്. ഓക്കെ, ഹെഡ്ലൈറ്റ് ഓഫ് മോട്ടോർ കാറുകളുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കും. അതിലും ഈ പറയുന്ന റിഫ്ലക്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺകേവ് മിററാണ്. പിന്നെ പ്രൊജക്ടേഴ്സ് നമ്മളറിയാം, നമ്മൾ ഒരു റൂമിൽ നമ്മുടെ ഒരു കാര്യം പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കോൺകേവ് മിററാണ് ഒരു റിഫ്ലക്റ്റർ ആയിട്ട്.
പിന്നെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോർ കൺവേർട്ടിങ് സോളാർ റേഡിയേഷൻ ഇൻ സോളാർ കുക്കർ. ഓക്കെ, സോളാർ കുക്കറുകളിൽ ഉപയോഗിക്കുന്നത് മൈനർ അല്ല, മിറർ ആണ് കേട്ടോ. ഓക്കെ, മിറർ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോളാർ റേഡിയേഷൻ ഉപയോഗിക്കും. അതായത് സോളാർ കുക്കർ എന്ന് പറയുന്നത് സോളാർ ലൈറ്റ് ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളതിന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പോയിന്റിലേക്ക് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അതിനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൺകേവ് മിററാണ്. അടുത്തത് നോക്കൂ. ഇൻ ഫ്ലഡ് ലൈറ്റ് ടു ഒബ്റ്റെയിൻ എ ഡൈവർജന്റ് ബീം ഓഫ് ലൈറ്റ് ടു ഇലുമിനേറ്റ് ബിൽഡിംഗ്. ഓക്കെ, ഫ്ലഡ് ലൈറ്റിൽ ഈ പറയുന്ന ബിൽഡിംഗ് ഒക്കെ എന്ത് ചെയ്യാൻ, ഒന്ന് ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കോൺകേവ് മിററാണ്. അതുപോലെ ഇൻ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് പല ടൈപ്പിലുണ്ട്. അതിൽ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കോൺകേവ് മിററാണ്. ഓക്കെ, അപ്പോൾ ഈ കോൺകേവ് മിറർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യം വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ തന്നിട്ട് അതിൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് എനി യൂസസ് ഓഫ് കോൺവെക്സ് മിറർ. നേരത്തെ കോൺകേവ് ആണ് പറഞ്ഞത്, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എ റിയർ വ്യൂ മിറർ ഇൻ ദ മോട്ടോർ കാർസ്, ബസ്സസ് ആൻഡ് സ്കൂട്ടർ. നമ്മുടെ ബൈക്കിൻ്റെയും കാറിൻ്റെയും ഒക്കെ റിയർ വ്യൂ മിറർ കണ്ടിട്ടുണ്ടാവും. അതായത് പിന്നിലുള്ള വാഹനങ്ങളെയും ആളുകളെയും കാണാൻ വേണ്ടി വാഹനങ്ങളുടെ സൈഡിൽ ഘടിപ്പിച്ചിട്ടുള്ള മിറർ, അതിനെയാണ് നമ്മൾ റിയർ വ്യൂ മിറർ എന്ന് പറയും. ആ റിയർ വ്യൂ മിററിൽ കാണുന്നത് എന്താണ്? കോൺവെക്സ് മിററാണ്. ഈ കോൺവെക്സ് മിററിന്റെ പ്രത്യേകത, റിയർ വ്യൂ മിറർ ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഈ വസ്തുക്കളെല്ലാം ചെറുതാക്കി കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെറുതാക്കി കാണുമ്പോൾ വൈഡ് ഏരിയ നമുക്ക് ഒരു ചെറിയ പ്രതലത്തിൽ കാണാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഒരു കോൺവെക്സ് മിറർ ആണ് എന്ന് വിചാരിക്കുക. കോൺവെക്സ് മിററിന്റെ പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? റിയർ വ്യൂ മിററിൽ നമ്മളൊരു പ്ലെയിൻ മിറർ, നമ്മൾ കണ്ണാടി, സാധാരണ കണ്ണാടി മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ അത് നോക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരേ വലുപ്പത്തിലുള്ളതാണ് അവിടെ കാണിക്കുക. അങ്ങനെ ആകുമ്പോൾ തൊട്ടു പിറകിലുള്ള വാഹനത്തെ പോലും കാണിക്കാൻ അതിന് കഴിയുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോൺവെക്സ് മിറർ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് നോക്കൂ. ആസ് എ സേഫ്റ്റി വ്യൂവേഴ്സ് അറ്റ് ഡേഞ്ചറസ് കോർണേഴ്സ് ആൻഡ് അപ്പർ ഡെക്ക് ഓഫ് ഡബിൾ ഡെക്കർ ബസ്. അതായത് നമ്മുടെ വളവുകളിലൊക്കെ ഈ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ചില ഇതുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പല സാഹചര്യങ്ങളും, ഇപ്പോൾ പ്ലെയിൻ മിറർ നമ്മുടെ ഫേസ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നു, കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നു പറഞ്ഞു, കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് നമ്മുടെ ഡയറക്റ്റ് ചോദിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇത് സിറ്റുവേഷൻ തന്നിട്ട് അതിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി അതുമല്ലാത്ത മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് കോൺകേവ്, കോൺവെക്സ്, അതുപോലെ പ്ലെയിൻ എന്ന് പറയുന്ന 3 കോളം തരും. അതുപോലെ ഇപ്പുറത്ത് നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് തരും. അതിലുപയോഗിക്കുന്ന അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമ്മളോട് ചോദിച്ചേക്കാം. ഇങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ വരാം. ഇനി മറ്റു ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ഇൻ വാട്ട് കണ്ടീഷൻ ദ ഇമേജ് ഫോംഡ് ബൈ ദ കോൺകേവ് മിറർ ഈസ് വിർച്വൽ. അതായത് കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന, അതായത് ഒരു കോൺകേവ് മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് അത് വിർച്വൽ ആകുന്നത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ പല സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒബ്ജക്റ്റ് സിയിൽ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എഫിൽ പ്ലേസ് ചെയ്യുന്നത്, ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഏത് സിറ്റുവേഷനിലാണ് ഈ പറയുന്ന കോൺകേവ് മിററിൽ ഉണ്ടാകുന്ന ഇമേജ്, അതുമൂലം ഉണ്ടാകുന്ന ഇമേജ് ഒരു വിർച്വൽ ഇമേജ് ആകുന്നത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതെപ്പോഴാണ്? വെൻ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ദ ഫോക്കൽ ആൻഡ് പോൾ. അതായത് എഫിനും പിക്കും ഇടയിൽ എന്ന് പറയാം. ഫോക്കൽ പോയിന്റിനും അതുപോലെ തന്നെ പോളിനും, ഇത് രണ്ടിൻ്റെയും ഇടയിലാകുമ്പോഴാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് എങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ
ഇമേജ് എന്ന് പറയുന്നത് അതെന്താണ്? അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി എന്നുള്ള പാർട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് വരുന്നത് ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ എ മൂവിങ് ചാർജ് ഓഫ് 3 കൂളോം അക്രോസ് 2 പോയിന്റ്സ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 24 വോൾട്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ട വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ W=Q×V എന്നാണ്. ഇവിടെ W എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജാണ്. എത്ര ചാർജ് നമ്മൾ മൂവ് ചെയ്തത് എന്നാണ്. ഇവിടെ V എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നോക്കൂ, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാവുമ്പോൾ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 3 കൂളോം 3 കൂളോം ചാർജിനെ മൂവ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ. എങ്ങനെയാണ് മൂവ് ചെയ്തത്? അക്രോസ് 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സ് തമ്മിൽ, അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് 3 കൂളോം ചാർജിനെ മൂവ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന നമ്മുടെ വർക്ക് ഡൺ കാണണം. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അതിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 24 വോൾട്ട്. അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? W=3 Q എന്ന് പറയുന്നത് 3 ആണ്. 3×24. ഓക്കെ, എത്രയായിരിക്കും? 72 ആയിരിക്കും ഇവിടുത്തെ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. എത്രയാണ്? 72 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുപോലെയുള്ള നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെയാണ്. ക്വസ്റ്റ്യനിൽ നിന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് നോക്കൂ, വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് എ പീസ് ഓഫ് സിൽക്ക്. അതായത് ഒരു ഗ്ലാസ് റോഡ് എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ ഒരു കഷ്ണം, അതിന് നമ്മൾ സിൽക്കിൻ്റെ ഒരു കഷ്ണം വെച്ച് റബ്ബ് ചെയ്യുന്നു. അതിങ്ങനെ വരുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എനർജി ഉണ്ടാവില്ല, ഒരു എന്തുണ്ടാവും? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇറ്റ് അക്വയർ 10 മൈക്രോ കൂളംബ് ഓഫ് ചാർജ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഗ്ലാസ് റോഡ്, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സിൽക്ക് റബ്ബ് ചെയ്യുന്നു. സിൽക്കിൻ്റെ ഒരു പീസ് റബ്ബ് ചെയ്യുമ്പോൾ ഒരു ചാർജ് അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് 10 മൈക്രോ കൂളമാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് ടു സിൽക്ക്? എത്ര ഇലക്ട്രോൺസ് ആണ് ആ ഗ്ലാസ്സിൽ നിന്നും സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് കിട്ടണമെങ്കിൽ അവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് N=Q/E എന്ന് പറയുന്നത്. ഓക്കെ, Q/E എന്ന് പറയുന്നത്. ഇവിടെ N എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പറാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ Q എന്ന് പറയുന്നത് എത്രയാണ് ചാർജ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ. ഓക്കെ, അങ്ങനെ ഇവിടെ Q എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്. എത്ര ചാർജാണോ ഇവിടെ മൂവ് ചെയ്തത് അതാണ്. E എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം Q എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് 10 മൈക്രോ കൂളോമാണ്. അപ്പോൾ മൈക്രോ കൂളോം എന്ന് പറയുമ്പോൾ 10×10⁻⁶ വരും. ഓക്കെ, -6 ഡിവൈഡഡ് ബൈ, ഇവിടെയാണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ചാർജ് നമ്മൾ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇലക്ട്രോൺ ആണ്. അപ്പോൾ 1.6 × 10⁻⁹ ആണ്.
19 ആണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 10 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 6.25 ഇൻറ്റു ഇത് നമുക്ക് ചെയ്യുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറയുമ്പോൾ 6.25 ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്യാം, ഇവിടെ -13 വരും. അത് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 10⁻13. അപ്പോൾ 6.25 ഇൻറ്റു 10⁻13 ആണ് നമ്മുടെ ഇവിടുത്തെ എന്ത് വരുന്നത്, എത്ര ഇലക്ട്രോൺ ആണ് നമ്മൾ മൂവ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ ട്രാൻസ്ഫേർഡ് ഈസ് 6.25 ഇൻറ്റു 10⁻13 ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതുപോലെയുള്ള കൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജഡ് സ്ഫിയേഴ്സ് ചേഞ്ച് ഇഫ് ദെയർ സെപ്പറേഷൻ ഇസ് ഡബിൾ? അതായത് രണ്ട് സ്മോൾ ചാർജഡ് സ്ഫിയേഴ്സ് ഉണ്ട്. ആ ചാർജഡ് സ്ഫിയേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ, ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയാൽ, ഒരു ഉദാഹരണത്തിന് ഇത് രണ്ട് ചാർജഡ് സ്ഫിയറാണ്. ഈ ചാർജഡ് സ്ഫിയർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഇത്. ഈ ഡിസ്റ്റൻസ് ഞാൻ ഡബിളാക്കി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്. ഡിസ്റ്റൻസ് ഡബിൾ ആയാൽ ഫോഴ്സ് എന്ത് ചെയ്യും? അത് കുറയുകയാണ് ചെയ്തത്. ഫോഴ്സ് എന്ത് ചെയ്യും? ബിക്കം 1/4 ആവും. ബിക്കം 1/4, കാൽ ഭാഗമായിട്ട് 4/1 ചുരുങ്ങും. ഡിസ്റ്റൻസ് ഡബിൾ ആകും തോറും ഈ ഡിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? 1/4 ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ F' എന്ന് പറഞ്ഞാൽ പുതിയ ഫോഴ്സാണ്, ഇപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ നേരത്തെ ഉണ്ടായ ഫോഴ്സിൻ്റെ 4/1 മാത്രമായിരിക്കും ഈ പറയുന്ന പുതിയ ഫോഴ്സ് എന്ന് പറയും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ ഒരു പുതിയ ഭാഗം മാത്രമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ്? വെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ വയർ ഈസ് ഡബിൾഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ചെയ്തു. ഹൗ വിൽ ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് വിൽ ബി അഫക്റ്റഡ്? അതായത് ഈ താഴെ കാണുന്നതിന് എന്ത് മാറ്റമാണ് വരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റിയാൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു, അതിലൂടെ ഒഴുകുന്ന കറൻറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു വയറാണ്. ആ വയറിലൂടെയുള്ള അതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഡബിളാക്കി. അങ്ങനെയാണെങ്കിൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു, ആ വയറിലൂടെ ഒഴുകുന്ന കറൻറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഇക്വേഷൻസ് നോക്കണം. ഇത് തമ്മിലുള്ള ഒരു ഇക്വേഷൻ എന്താണ് എന്നുള്ളത്. V=IR. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. V=IR എന്ന് പറയും, അല്ലെങ്കിൽ RI എന്ന് പറയാം. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ്. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ മാറില്ല എന്നാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൻ മെറ്റാലിക് വയർ ഡസ് നോട്ട് ചേഞ്ച്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിൾ ആക്കിയാൽ വയറിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു, അതിലൂടെ ഒഴുകുന്ന കറൻറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, I എന്ന് പറയുന്നത് കറൻറ്റാണ്. അപ്പം യഥാർത്ഥത്തിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആണ്. ഓക്കെ, അതായത് V കൂടിയാൽ I കൂടും. അപ്പോൾ ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് R വന്നിട്ടുള്ളത്. R ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അത് മാറില്ല. ഒരു നൽകിയിട്ടുള്ളൊരു വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഈ പറയുന്ന R, ഇതിൻ്റെ ചോദ്യം എന്തായിരുന്നു? റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. ഓക്കെ, എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ റിമെയിൻ അൺഅഫക്റ്റഡ്, അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറഞ്ഞിട്ടുണ്ട്. V കൂടുമ്പോൾ I കൂടും, V കുറയുമ്പോൾ I കുറയും. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബിളാക്കി എന്ന് വെച്ചാൽ V ഡബിളാക്കി എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുന്നു?
ഈ ഐയും എന്ത് ചെയ്യുന്നു, ഡബിൾ ആകുന്നു, ഐയും ഡബിൾ ആകും. അപ്പോൾ ഈ പറയുന്ന ഐ എന്ന് പറയുന്നത് കറൻറ്റാണ്. അപ്പോൾ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ വയർ ഈസ് ഡബിൾഡ്, അത് ഡബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായി, ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ ഐ കൂടും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കറൻറ്റ് കൂടും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുകയാണെങ്കിലോ അവിടെ സ്വാഭാവികമായിട്ടും കറൻറ്റ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. പക്ഷേ അവിടെ ഒരിക്കലും നമ്മുടെ റെസിസ്റ്റൻസിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാലും കുറഞ്ഞാലും റെസിസ്റ്റൻസിന് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ നമ്പർ ഓഫ് ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ട് നൽകിയിട്ടുണ്ട്, അതിൽ ഒരുപാട് ബൾബുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസൈഡ് വെദർ ദ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ ഇൻ പാരലൽ. അതായത് രണ്ട് സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ബൾബ് സീരീസ് ആയിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാ, നമുക്ക് വേണമെങ്കിൽ ഇതാ റെസിസ്റ്റൻസിൻ്റെ കേസാണെങ്കിൽ ഇതാ ഇങ്ങനെ വരാം, ഇതാണ് സീരീസ് കണക്ഷൻ. ഇനി പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും എന്ത്, പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ഇതിലേത് കണക്ഷനാണ് ഈ സാഹചര്യങ്ങളിൽ വരുന്നത് എന്നാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം അത്രയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദ ഹോൾ സർക്യൂട്ട് ഗോസ് ഓഫ് വെൻ വൺ ബൾബ് ഈസ് ഫ്യൂസ്ഡ്. ഒരു ബൾബ് ഫ്യൂസ് ആയാൽ എല്ലാ സർക്യൂട്ടുകളും എന്ത് സംഭവിക്കുന്നു, അത് പോകുന്നു. ഒരു ബൾബ് ഫ്യൂസ് ആയാൽ എല്ലാ ബൾബും അതിൻ്റെ ലൈറ്റ് ഓഫ് ആകുന്നു. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്ന കേസിൽ അത് സീരീസ് ആണോ പാരലൽ ആണോ എന്നാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സീരീസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു ബൾബാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബൾബാണ്, ഇത് അടുത്തൊരു ബൾബാണ്, ഇങ്ങനെ ബൾബുകൾ ഒരുപാടുണ്ടാവും. ഇതിൽ ഒരു ബൾബ് പോയാൽ മറ്റെല്ലാം ഓഫ് ആകണമെങ്കിൽ ഈ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അതായത് നമ്മുടെ LED ബൾബുകളുടെ ഒരു നമ്മൾ മുമ്പ് പറയാറുണ്ട്, ചില ഫങ്ഷൻസിനൊക്കെ മാല ബൾബ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരു തലയിൽ നിന്നും ഇങ്ങനെ അടുത്തടുത്ത് ഒരുപാട് ബൾബുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് പോയാൽ ബാക്കിയുള്ളതെല്ലാം അവിടെ കത്താതാവും. അങ്ങനെയുള്ള കേസുകളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുന്നു? ദ ഹോൾ സർക്യൂട്ട് ഗോസ് ഓഫ് വെൻ വൺ ബൾബ് ഫ്യൂസ്. ഒരു ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഓൺലി ദ ബൾബ് ദാറ്റ് ഗെറ്റ്സ് ഫ്യൂസ്ഡ് ഗോസ് ഓഫ്. അതായത് ഒരു ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ട്, അത് മാത്രമേ ഫ്യൂസ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ അത് കത്താതെയാകുന്നുള്ളൂ, ബാക്കിയെല്ലാം കൃത്യമായിട്ട് കത്തുന്നുണ്ടെങ്കിൽ അത് ഏത് കണക്ഷനാണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ നോക്കുന്നത്, ഇഫ് ദ ഹോൾ സർക്യൂട്ട് ഗോസ് ഓഫ് വൺ ബൾബ് ഈസ് ഫ്യൂസ്ഡ്. ഒരു ബൾബ് ഫ്യൂസ് ആയപ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം കത്താതെയാവുകയാണെങ്കിൽ, ദ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ആ ബൾബ് ഏതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്, സീരീസ് കണക്ഷനാണ്. ഓക്കെ, ഇഫ് എനി വൺ ബൾബ് ഗോസ് ഓഫ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ട് റിമെയിൻസ് വർക്കിംഗ്. ഒരു സർക്യൂട്ടിൽ ഒരുപാട് ബൾബുകളുണ്ട്, അതിൽ ഒരു ബൾബ് ഫ്യൂസ് ആവുകയും ബാക്കിയുള്ളതൊക്കെ വർക്കാവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് കണക്ഷനാണ്? ദ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അത് പാരലൽ കണക്ഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ കൺസെപ്ച്വൽ ബേസിച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇടുകയാണ്. നമ്മുടെ വീടുകളിലെ കണക്ഷൻസ് പാരലലാണോ സീരീസ് ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീടുകളിൽ ഒരു ബൾബ് ഫ്യൂസ് ആയാൽ ബാക്കി ബൾബെല്ലാം കത്താതിരിക്കാറുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? ഏതാണോ കത്താതാവുന്നത് അത് മാത്രമാണ് ഓഫ് ആവുന്നത്, ബാക്കിയെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഇതാണ്, അത് പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം പാരലൽ കണക്ഷനാണ്. ബൾബും ഫാനും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നിന് മാത്രമേ ഏതാണോ കേടുള്ള അത് മാത്രമേ വർക്ക് ചെയ്യാതിരിക്കുള്ളൂ, ബാക്കിയെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു
ടോപ്പിക് ഒന്ന് കടന്നു നോക്കാം. ഇതിലെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏതാണ് ടോപ്പിക്ക്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്നാണ്. ഇതിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഹാപ്പൻസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് വെൻ ഇറ്റ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്? ഒരു കാന്തമുണ്ട്, മാഗ്നറ്റ്, നമ്മുടെ എല്ലാം ഉപയോഗിക്കുന്ന കാന്തം. അത് 2 കഷ്ണമാക്കിയാൽ ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ പ്രോപ്പർട്ടീസിന് എന്ത് സംഭവിക്കും എന്നാണ്, ആ പ്രോപ്പർട്ടീസിന് എന്ത് മാറ്റം സംഭവിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ കൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു കാന്തം, നോർത്ത് സൗത്ത് ഇതിലുള്ള ഒരു കാന്തം. ആ കാന്തം എന്ത് സംഭവിക്കുന്നു? ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? അതൊന്ന് കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, 2 സെപ്പറേറ്റ് കഷ്ണമായി. അങ്ങനെയാണെങ്കിൽ ഈ കാന്തത്തിൻ്റെ പ്രോപ്പർട്ടീസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. പ്രോപ്പർട്ടീസിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. അതെന്ത് സംഭവിക്കും? ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഇതിങ്ങനെ 2 പീസാകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാഗ്നറ്റ് ബ്രോക്ക് ചെയ്ത് 2 മാഗ്നറ്റായി മാറുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇത് 2 മാഗ്നറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ 2നും ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി ലഭിക്കുകയാണ്. അവിടെ ഒരിക്കലും പ്രോപ്പർട്ടീസ് മാറുന്നില്ല. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ആലോചിച്ച് വെക്കേണ്ടത്. ഇനി രണ്ടാമത്, ഹാങ് ദ ബാർ മാഗ്നറ്റ് വിത്ത് ദ സ്ട്രിങ്, ഇറ്റ് വിൽ ഓൾവേസ് ദ റെസ്റ്റ് ഇൻ വിച്ച് ഡയറക്ഷൻ? നമ്മൾ ഒരു മാഗ്നറ്റ് ഒരു ചരടിൽ കെട്ടുന്നു, എന്നിട്ട് അതിങ്ങനെ തൂക്കിയിടുമ്പോൾ നമുക്ക് ദിക്കറിയാലോ, നോർത്ത് സൗത്ത് വെസ്റ്റ്, അതുപോലെ തന്നെ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, ഈ 4 ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഈ പറയുന്ന മാഗ്നറ്റ് പോവുക എന്നാണ്. അത് നോർത്ത് സൗത്ത് ആണോ, വെസ്റ്റ് സൗത്ത് ആണോ, നോർത്ത് ഈസ്റ്റ് ആണോ, വെസ്റ്റ് ഈസ്റ്റ് ആണോ, ഏത് ഡയറക്ഷനിലാണോ ഇത് ഇങ്ങനെ നിൽക്കുന്നത്, ഇതിങ്ങനെ നിൽക്കുമോ അതല്ല ഇങ്ങനെയാണോ, ഏത് ഡയറക്ഷനിലാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കേണ്ടത്, ഒരു ബാർ മാഗ്നറ്റ് ഒരു സ്ട്രിങ്ങിൽ നമ്മളിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഏത് കേസിലും എങ്ങനെ നിങ്ങൾ വെച്ചാലും ഈ ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ ഇത് ഡയറക്ഷൻ കാണിക്കുകയുള്ളൂ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ബാർ മാഗ്നറ്റ് ആൻഡ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പം ബാർ മാഗ്നറ്റ് നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാഗ്നറ്റാണ്. ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കണ്ടക്ടർ, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിലൂടെ മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിട്ടാൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ഇതൊരു മാഗ്നറ്റായിട്ട് മാറുകയും മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റും അല്ലെങ്കിൽ ഒരു നോർമൽ മാഗ്നറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നോക്കുന്നത്. ആ ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത് പഠിക്കൽ നിർബന്ധമാണ്. കാരണം പല രൂപത്തിൽ ഇത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കൂ. ഒന്ന്, ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ബാർ മാഗ്നറ്റ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, ഒരു കാലത്തും അതെന്ത് ചെയ്യില്ല, മാറുന്നില്ല. പക്ഷേ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. ഇറ്റ്സ് മാഗ്നറ്റിസം റിമെയിൻസ് സ്റ്റിൽ കറൻറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. കറൻറ്റ് പോകുന്നത് വരെ അതിൻ്റെ മാഗ്നറ്റിസം നിൽക്കും. ഇനി കറൻറ്റ് വിഡ്രോ ചെയ്താൽ അവിടെ ആ പറയുന്ന മാഗ്നറ്റിസം ഉണ്ടായിരിക്കില്ല. ഇതാണ് ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ടാമത്തേത്, ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കനോട്ട് ബി റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താണോ ഉള്ളത് അത് അതുപോലെ നിലനിൽക്കും, കൂടുകയും ഇല്ല കുറയുമില്ല. നമുക്ക് കൂട്ടാനും പറ്റില്ല കുറക്കാനും പറ്റില്ല. ഇറ്റ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. പക്ഷേ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് അങ്ങനെയല്ല. ഇലക്ട്രിസിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് മേ ബി ചേഞ്ച്ഡ് വിത്ത് ചേഞ്ചിങ് ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോ. എത്രത്തോളം കറൻറ്റ് ഒഴുകുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് മാറിക്കൊണ്ടിരിക്കും.
ബാർ മാഗ്നറ്റ് ഈസ് എ വീക്ക് മാഗ്നറ്റ്. ഇറ്റ് ഈസ് എ വീക്ക് മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രോങ് മാഗ്നറ്റ്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി കൺട്രോൾഡ്. ഇറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആണ്. അത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ബാർ മാഗ്നറ്റിൻ്റെ ദ പോൾസ് ഡു നോട്ട് ചേഞ്ച്. പോൾസ് എന്ത് ചെയ്യില്ല? മാറില്ല. പക്ഷേ ബൈ മിയർ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ദ പോൾസ് മേ ബി ആൾട്ടേർഡ്. പോൾസ് ആൾട്ടർ ചെയ്യാൻ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്തിയാൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ലൈവ് ക്ലാസ് താൽക്കാലികമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്തൊരു ലൈവിൽ കാണാം. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. താങ്ക് യു. ബൈ.